നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി ഷാജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് പടിഞ്ഞാട്ടുമുറിയിൽ മരക്കമ്പനിയിൽ തീപിടുത്തത്തിൽ മരക്കമ്പനി കത്തി നശിച്ചു. ആറാട്ടുപുഴ പൂരത്തോടനുബന്ധിച്ചുള്ള ആറാട്ടുപുഴ ശ്രീശാസ്ത പുരസ്കാരവും സന്തോഷ് സ്മൃതി പുരസ്കാരവും പ്രഖ്യാപിച്ചു. ആറാട്ടുപുഴ ശ്രീശാസ്ത പുരസ്കാരം എം രാജേന്ദ്രനും സന്തോഷ് സ്മൃതി പുരസ്കാരം വയലൂർ വാര്യം ഉണ്ണികൃഷ്ണനും സമ്മാനിക്കും. ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ്സ് അസോസിയേഷൻ ചേർപ്പ് യൂണിറ്റ് പൊതുയോഗം നടന്നു. എഴുത്തച്ഛൻ സമാജം ഹാളിലായിരുന്നു യോഗം. വാർത്തകൾ വിശദമായി. ചേർപ്പ് പടിഞ്ഞാട്ടുമുറിയിൽ മരക്കമ്പനിയിൽ തീപിടുത്തത്തിൽ മരക്കമ്പനി കത്തി നശിച്ചു. പടിഞ്ഞാട്ടുമുറി സെന്ററിന് സമീപത്തെ അമ്ന സോമിൽ ആൻഡ് വുഡ് ഇൻഡസ്ട്രീസ് എന്ന സ്ഥാപനത്തിലാണ് തീപിടുത്തമുണ്ടായത്. ശനിയാഴ്ച രാവിലെ 11:30യോടെയാണ് സംഭവം. മരക്കമ്പനിക്ക് സമീപത്തെ പറമ്പിലെ ഉണങ്ങിയ പുല്ലിനാണ് ആദ്യം തീ പിടിച്ചത്. തുടർന്ന് തീ അതിവേഗം മരക്കമ്പനിയിലേക്ക് പടരുകയായിരുന്നു. ശക്തമായ കാറ്റ് തീ വേഗത്തിൽ പടരാൻ കാരണമായി. കമ്പനിയിൽ സൂക്ഷിച്ചിരുന്ന വിലപിടിപ്പുള്ള മരത്തടികളും മറ്റ് സാമഗ്രികളും പൂർണ്ണമായും കത്തി നശിച്ചു. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും ശക്തമായ കാറ്റും മരത്തടികളും ദൗത്യം ദുഷ്കരമാക്കി. സ്ഥിതിഗതികൾ ഗുരുതരമായതോടെ തൃശൂരിൽ നിന്ന് ഫയർഫോഴ്സിന്റെ 2 യൂണിറ്റ് സ്ഥലത്തെത്തി തീ അണയ്ക്കുകയായിരുന്നു. ആറാട്ടുപുഴ പൂരത്തോടനുബന്ധിച്ചുള്ള ആറാട്ടുപുഴ ശ്രീശാസ്ത പുരസ്കാരവും സന്തോഷ് സ്മൃതി പുരസ്കാരവും പ്രഖ്യാപിച്ചു. ആറാട്ടുപുഴ ശ്രീശാസ്ത പുരസ്കാരം എം രാജേന്ദ്രനും സന്തോഷ് സ്മൃതി പുരസ്കാരം വയലൂർ വാര്യം ഉണ്ണികൃഷ്ണനും സമ്മാനിക്കും. ആറാട്ടുപുഴ ശ്രീശാസ്ത പുരസ്കാരം ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതിയുടെ മുൻ പ്രസിഡന്റും ആറാട്ടുപുഴ പൂരം കോർഡിനേറ്ററുമായ എം രാജേന്ദ്രന് സമ്മാനിക്കും. തങ്കപതക്കവും കീർത്തിഫലകവും പ്രശസ്തി പത്രവും പൊന്നാടയും ഉൾപ്പെടുന്നതാണ് പുരസ്കാരം. 41 വർഷമായി ആറാട്ടുപുഴ ക്ഷേത്രത്തിന്റെയും ആറാട്ടുപുഴ പൂരത്തിന്റെയും ഉന്നമനത്തിനായി ദീർഘവീക്ഷണത്തോടെയുള്ള നിസ്വാർത്ഥ സേവനമാണ് രാജേന്ദ്രനെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതിയുടെ 4ാമത് സന്തോഷ് സ്മൃതി പുരസ്കാരത്തിന് ഊരകത്തമ്മ തിരുവടി ക്ഷേത്രത്തിലെ പാരമ്പര്യ കടകവൃത്തിക്കാരനായിരുന്ന വയലൂർ വാര്യം ഉണ്ണികൃഷ്ണൻ അർഹനായി. 70 വർഷമായി ഊരകത്തമ്മ തിരുവടി ക്ഷേത്രത്തിലും ആറാട്ടുപുഴ പൂരത്തിനും നടത്തിവരുന്ന സേവനമാണ് ഇദ്ദേഹത്തെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. 15,001 രൂപയുടെ ക്യാഷ് അവാർഡും കീർത്തിഫലകവും പ്രശസ്തി പത്രവും പൊന്നാടയും അടങ്ങുന്നതാണ് പുരസ്കാരം. ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ 40 വർഷത്തിലേറെ കാലം പാരമ്പര്യ കഴകക്കാരനായി സേവനം നടത്തിയ ആറാട്ടുപുഴ വാര്യത്ത് സന്തോഷിന്റെ സ്മരണാർത്ഥമാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. ആറാട്ടുപുഴ പൂരത്തിന്റെ കൊടിയേറ്റ ദിവസമായ മാർച്ച് 24-ന് വൈകുന്നേരം 6 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. ആറാട്ടുപുഴ പൂരത്തിനും പങ്കാളി ക്ഷേത്രങ്ങൾക്കും മികച്ച സേവനം നടത്തുന്ന പ്രഗത്ഭരെ ആദരിക്കാൻ ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതി ഏർപ്പെടുത്തിയതാണ് പുരസ്കാരങ്ങൾ. ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ്സ് അസോസിയേഷൻ ചേർപ്പ് യൂണിറ്റ് പൊതുയോഗം നടന്നു. എഴുത്തച്ഛൻ സമാജം ഹാളിലായിരുന്നു യോഗം. പതാക ഉയർത്തലിന് ശേഷം നടന്ന പൊതുയോഗം ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് ഉദ്ഘാടനം ചെയ്തു. എല്ലാ ഡോക്യുമെന്റുകളൊക്കെ രജിസ്റ്റർ ചെയ്യാം. ഇപ്പൊ വക്കീൽമാരും ഈ ഫീൽഡിലേക്ക് കടന്നു. നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ അറിയാം. പ്രാദേശിക ഭരണകൂടത്തിന് എന്ത് ചെയ്യാൻ പറ്റുന്ന കാര്യം അറിയില്ല. അങ്ങനെ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചേർപ്പ് പഞ്ചായത്ത് ഭരണസമിതി നിങ്ങൾക്ക് സഹായം ചെയ്യാനായിട്ട് തയ്യാറാണെന്നുള്ള കാര്യം ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഗവൺമെന്റിന്റെ ഭാഗത്താണെങ്കിൽ കുറച്ച് നാളുകൾ ക്ഷമിക്കുക. അടുത്ത മെയ്യോടുകൂടി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്ന എന്റെ പാർട്ടിയുടെ ഗവൺമെന്റ് വരികയാണെങ്കിൽ എല്ലാവിധ സഹായ സഹകരണങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും അനുമോദനവും നടന്നുകൊണ്ട് യൂണിറ്റ് പ്രസിഡന്റ് ഇൻചാർജ് യു ഉമേഷ് കുമാർ അധ്യക്ഷനായി. ജോലി സംബന്ധമായ വിഷയങ്ങൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ പുതിയ ഡിജിറ്റൽ സർവേ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇനി എന്താ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പ്രത്യാശ സംഘടനയിൽപ്പെട്ടൊന്ന് മാത്രമാണ് പറയില്ല. ആധാർ എഴുത്തുകാരെ കൈവിട്ട ഒരു കേസും നമുക്ക് ഉണ്ടാവില്ല എന്ന് നമുക്ക് നിർദ്ദേശം തരുന്നുണ്ട്. അതെങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എനിക്കറിയില്ല. ഞാൻ ചെയ്തിട്ടൊന്നുമില്ല. നമ്മുടെ ഭാഗത്ത് ഇഞ്ചോടി വില്ലേജ് കഴിയുമെന്നാണ് ഞാൻ അറിഞ്ഞത്. ബാക്കി ആറാട്ടുപുഴ വില്ലേജ് നടന്നുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് വരിക എന്നൊന്നും പറയാൻ പറ്റില്ല. എന്തെന്നാൽ കൂടിയും ടെൻഷൻ വേണ്ട.
പ്രസന്റ് മാത്രം ചിന്തിക്കുക, പാസ്റ്റും ഫ്യൂച്ചറും നോക്കണ്ട. ഇന്ന് കഴിഞ്ഞു പോയി പോലെ ഭംഗിയായിട്ട് പോവുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കൂടെ സംഘടന ഉണ്ടാകുന്ന ഉത്തമവിശ്വാസത്തോടെ ഞാൻ നിങ്ങളെല്ലാവരും അറിയിച്ചുകൊണ്ട് യൂണിറ്റ് സെക്രട്ടറി ജോൺസ് റിപ്പോർട്ടും ട്രഷറർ ജിക്സൺ ജോസ് കണക്കും അവതരിപ്പിച്ചു. അസോസിയേഷൻ സംസ്ഥാന ഉപദേശക സമിതി ചെയർമാൻ OM ദിനകരൻ മുഖ്യാതിഥിയായി. ജില്ലാ പ്രസിഡന്റ് പ്രകാശ് കുമാർ, ജില്ലാ സെക്രട്ടറി തോമസ് വടക്കൻ, ജില്ലാ ട്രഷറർ അഷ്കർ, യൂണിറ്റ് ഇൻചാർജ് പോൾസൺ തെക്കുംപിടിക, AK ബാലൻ, നിഷ, സബിത എന്നിവർ സംസാരിച്ചു. ഊരകത്തമ്മ തിരുവടി ക്ഷേത്രത്തിലെ പൂരാഘോഷത്തോടനുബന്ധിച്ചുള്ള ശ്രീ വളയാതിശ്രീ സുവർണമുദ്ര വിജയിയെ തെരഞ്ഞെടുത്തു. പ്രസിദ്ധ ഇലത്താളം വാദ്യകലാകാരൻ ചേർവ കുമ്മത്ത് നന്ദന് ശ്രീ വളയാതിശ്രീ സുവർണമുദ്ര സമ്മാനിക്കും. ക്ഷേത്രത്തിൽ വർഷങ്ങളായി എല്ലാ ആഘോഷങ്ങൾക്കും ഇലത്താളം പ്രമാണിയാണ്. തൃശൂർ പൂരം പാറവേക്കാവ് വിഭാഗത്തിന്റെ ഇലത്താള പ്രമാണിയുമാണ് ചേർവ കുമ്മത്ത് നന്ദനൻ. കേരളത്തിലെ നിരവധി ഉത്സവങ്ങൾക്ക് ഇലത്താള പ്രമാണം വഹിച്ചു വരികയാണ്. ക്ഷേത്രത്തിലെ പൂരം പുറപ്പാടായ മാർച്ച് 24 രാത്രി എഴുന്നള്ളിപ്പ് സമയത്ത് പുരസ്കാരം സമർപ്പിക്കും. ഭഗവതിയുടെ രൂപം ആലേഖനം ചെയ്ത സുവർണമുദ്രയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. അമ്മാടും സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എഡ്യൂകെയർ പദ്ധതിക്ക് തുടക്കമായി. കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്കോളർഷിപ്പ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടാൻ കുട്ടികളെ പ്രാപ്തരാക്കുന്നതാണ് എഡ്യൂകെയർ പദ്ധതി. സ്കൂളിലെ 1200ഓളം കുട്ടികൾ പരീക്ഷ എഴുതി. ഇതിൽ ഉന്നത വിജയികളായ 70ഓളം കുട്ടികൾക്ക് 1000 രൂപ വീതം സ്കോളർഷിപ്പ് തുകയും മെഡലും പ്രശംസാപത്രവും സമ്മാനിച്ചു. ഭാവിയിൽ PSC, UPSC നടത്തുന്ന മത്സര പരീക്ഷകളിൽ പങ്കെടുക്കാനും മികവ് പുലർത്താനും ഇത്തരം പദ്ധതികൾ കുട്ടികൾക്ക് പ്രചോദനമാകും. തൃശൂർ സബ് കളക്ടർ അഖിൽ വി മേനോൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ സെബാസ്റ്റ്യൻ വെട്ടത്ത് അധ്യക്ഷനായി. PTA പ്രസിഡന്റ് ഫ്രാങ്കോ ഫ്രാൻസിസ്, പ്രിൻസിപ്പൽ സന്തോഷ് ജേക്കബ്, പ്രധാന അധ്യാപകൻ CM ജോഷി എന്നിവർ സംസാരിച്ചു. ഒല്ലൂർ നിയോജക മണ്ഡലത്തിൽ സമൃദ്ധി വികസനോത്സവത്തിന് ശനിയാഴ്ച തുടക്കമായെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ മാസം 25 വരെ 73 പദ്ധതികളാണ് ഉദ്ഘാടനം ചെയ്യപ്പെടുക. തൃശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വികസന പദ്ധതികൾ നടപ്പിലാക്കിയ നിയോജക മണ്ഡലമാണ് ഒല്ലൂർ. ഇതിൽ പല പദ്ധതികളും ഇതിനകം തന്നെ നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനത്തിന് കാത്തു നിൽക്കാതെ ജനങ്ങൾക്ക് തുറന്നു നൽകി. നിർമ്മാണം പൂർത്തിയാക്കിയ 61 പദ്ധതികളുടെ ഉദ്ഘാടനവും 12 പദ്ധതികളുടെ നിർമ്മാണ ഉദ്ഘാടനവുമാണ് ഈ ദിവസങ്ങളിൽ നടക്കുക. മണ്ണുത്തി മുതൽ ഒല്ലൂർ റെയിൽവേ ഗേറ്റ് വരെ നീളുന്ന പഴയ ഒല്ലൂർ മണ്ണുത്തി റോഡ് 7 മീറ്ററാക്കി വികസിപ്പിച്ചത് ഇതിനകം ജനങ്ങൾക്ക് തുറന്നു കൊടുത്തു. എന്നാൽ ഇപ്പോൾ പണി പൂർത്തിയായിരിക്കുന്ന 13 റോഡുകൾ, ഒല്ലൂരിലെ 6 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിർമ്മിച്ച കെട്ടിടങ്ങൾ, പാചകപ്പുരകൾ, അംഗനവാടി കെട്ടിടങ്ങൾ എന്നിവയുടെ ഉദ്ഘാടനം, PG ITI കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം, ഒല്ലൂർ, പട്ടിക്കാട്, PG, പുത്തൂർ സ്കൂൾ സ്റ്റേഡിയങ്ങളുടെ ഉദ്ഘാടനം, എരവിമംഗലം ആർട്ട് ഗാലറി, ചിയാരം വാക്കിംഗ് സ്ട്രീറ്റ്, ഒല്ലൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ കെട്ടിടം എന്നിവയുടെ ഉദ്ഘാടനം ഇതോടനുബന്ധിച്ച് നടക്കും. പണി പൂർത്തിയായ 60 റോഡുകളുടെ ഉദ്ഘാടനവും ഒളകര ആനകുടിക്കാട്ടിലൂടെയുള്ള റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനവും, ഒരപ്പൻകെട്ട ടൂറിസത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയ 1ാം ഘട്ട ഉദ്ഘാടനവും 58 ഹൈമാസ്റ്റ് ലൈറ്റുകളുടെ ഉദ്ഘാടനവും നടക്കും. ഇതിൽ ഉൾപ്പെടാതെ അംഗീകാരം ലഭിച്ച മറ്റ് പദ്ധതികളുടെ നിർമ്മാണ ഉദ്ഘാടനങ്ങൾ, സുകുമാർ അഴീക്കോട് സ്മാരകത്തിനായി അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ചുള്ള നിർമ്മാണ പ്രവർത്തികളുടെ ഉദ്ഘാടനം, പുത്തൂർ ബസ് സ്റ്റാൻഡ്, ഒല്ലൂർ ജംഗ്ഷൻ വികസന പ്രവർത്തനത്തിന് ഭൂമി ഏറ്റെടുക്കുന്നവർക്കുള്ള നഷ്ടപരിഹാര വിതരണം എന്നിവയും ഇതിന്റെ ഭാഗമായി നടപ്പിലാക്കുമെന്നും മന്ത്രി K രാജൻ ഒല്ലൂരിൽ മാധ്യമങ്ങളെ അറിയിച്ചു. നാളെ മുതൽ നമ്മളൊരു 25 വരെ നീണ്ടു നിൽക്കുന്ന ഒല്ലൂർ നിയോജക മണ്ഡലത്തിന്റെ ഒരു വികസനോത്സവത്തിന് തുടക്കം കുറിക്കുകയാണ്. നാളെ മുതൽ ആരംഭിച്ച് 26 വരെ നീണ്ടു നിൽക്കുന്ന വളരെ വിപുലമായിട്ടുള്ള വികസനോത്സവത്തിന്റെ 22ാം തീയതി വരെയുള്ള പരിപാടികൾ തയ്യാറായിട്ട് 22ാം തീയതി വരെയുള്ള പരിപാടികൾ, 26 വരെ വികസനോത്സവം ഉണ്ടെങ്കിലും 22 വരെയുള്ള പരിപാടികളാണ് ഇപ്പോൾ നമ്മൾ അനൗൺസ് ചെയ്യുന്നത്. കുറേ പ്രവർത്തനങ്ങൾ, നിർമ്മാണത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ സാഹചര്യങ്ങൾ പൂർണ്ണമായിട്ടും ഇപ്പോൾ വരാത്തതുകൊണ്ട് 22 മുതൽ തുടങ്ങുന്ന 23 മുതൽ തുടങ്ങുന്ന പരിപാടികൾ പിന്നീടായിരിക്കും തയ്യാറാക്കുക. നിലവിൽ നാളെ മുതൽ നമ്മൾ ആ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. അതിൻ്റെ ഭാഗമായി 61 പുതിയ പദ്ധതികളുടെ 61 നിലവിലുള്ള പദ്ധതികളുടെ പൂർത്തീകരണ ഉദ്ഘാടനവും 12 പദ്ധതികളുടെ നിർമ്മാണ ഉദ്ഘാടനവുമാണ് നമ്മൾ നിർവഹിക്കുന്നത്. വിവിധ സർക്കാർ ഫണ്ടുകൾ, MLA ഫണ്ട്, മുഖ്യമന്ത്രിയുടെ പ്രാദേശിക റോഡ് പുനരുദ്ധാരണ ഫണ്ട്, കിഫ്ബി ഫണ്ട്, നവകേരള സദസ്സിലൂടെ ലഭ്യമായിട്ടുള്ള പണം, ഇവയെല്ലാം ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഈ 73 പദ്ധതികളും നടപ്പിലാക്കുന്നത്. ഈ 73 പൂർത്തീകരണ നിർമ്മാണ ഉദ്ഘാടനങ്ങൾക്ക് പുറമെ 58
മിനി ഹൈമാസ് സൈറ്റുകൾ കൂടി ഇതിൻ്റെ ഭാഗമായി ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ തന്നെ ഏതാണ്ട് 133ഓളം ഉദ്ഘാടനങ്ങൾ ഈ വരുന്ന ദിവസങ്ങൾക്കകത്ത് നമ്മൾ പൂർത്തീകരിക്കും. കഴിഞ്ഞ 10 വർഷക്കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഒരു പെരുമഴ തന്നെ നമുക്ക് കൊല്ലൂർ നിയോജക മണ്ഡലത്തിൽ കാണാൻ കഴിയും എന്ന് മാത്രമല്ല, ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു നിയോജക മണ്ഡലമായി ഇത് മാറിയിട്ടുണ്ട്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിന് ശേഷം നടക്കുന്ന കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഈ മാസം 22-നാണ് തെരഞ്ഞെടുപ്പ്. കർഷക മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ അമ്പാട്ട്, മഹിളാ മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി സിന്ധു സതീഷ്, മഹിളാ മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറിയും നഗരസഭാ കൌൺസിലറുമായ വിജയകുമാരി അനിലൻ, കർഷക മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി സുഷിതാംബരൻ, ബാബു കോലോത്ത്, രമിത് സുബ്രഹ്മണ്യൻ, KC ബാബു, നന്ദനൻ, ഗോപാലൻ, CV നിതീഷ്, MS രഞ്ജിത്ത്, കൌൺസിലർ TK ഷാജു എന്നിവരാണ് NDAയുടെ മത്സരാർത്ഥികൾ. 13 സീറ്റുകളിലേക്ക് നടക്കുന്ന മത്സരത്തിൽ 12 പേരാണ് NDAയ്ക്ക് വേണ്ടി പത്രിക സമർപ്പിച്ചത്. എന്നാൽ MS രഞ്ജിത്തിന്റെ പത്രിക തള്ളിയതോടെ 11 പേർ മാത്രമാണ് NDAയ്ക്ക് വേണ്ടി മത്സര രംഗത്തുള്ളത്. 40 വയസ്സിന് താഴെയുള്ള വനിതാ സംവരണ സീറ്റിലേക്കും NDA സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചിരുന്നില്ല. കരുവന്നൂർ ബാങ്ക് സമരമുഖത്തുണ്ടായിരുന്ന കോൺഗ്രസ് കരുവന്നൂർ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ലെന്ന് നേരത്തെ DCC പ്രസിഡന്റ് അറിയിച്ചിരുന്നു. LDF സ്ഥാനാർത്ഥികൾ 13 സീറ്റിലേക്കും പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള തീയതി അവസാനിക്കുന്നതോടെ 2 ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ എതിരില്ലാതെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. 40 വയസ്സിന് താഴെയുള്ള വനിതാ സീറ്റിലേക്ക് അഡ്വക്കേറ്റ് സുജില നിതീഷും നിക്ഷേപ സംവരണ സീറ്റിലേക്ക് PK വത്സലനുമാണ് എതിരില്ലാത്തത്. ഈ മാസം 22-നാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 13,000-ഓളം വോട്ടർമാർക്കാണ് തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താൻ അവകാശമുള്ളത്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 14,355 രൂപ, പവന് 1,14,840 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് പടിഞ്ഞാട്ടുമുറിയിൽ മരക്കമ്പനിയിൽ തീപിടുത്തം. തീപിടുത്തത്തിൽ മരക്കമ്പനി കത്തി നശിച്ചു. ആറാട്ടുപുഴ പൂരത്തോടനുബന്ധിച്ചുള്ള ആറാട്ടുപുഴ ശ്രീശാസ്ത പുരസ്കാരവും സന്തോഷ് സ്മൃതി പുരസ്കാരവും പ്രഖ്യാപിച്ചു. ആറാട്ടുപുഴ ശ്രീശാസ്ത പുരസ്കാരം M രാജേന്ദ്രനും സന്തോഷ് സ്മൃതി പുരസ്കാരം വയലൂർ വാർഡ് ഉണ്ണികൃഷ്ണനും സമ്മാനിക്കും. ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ്സ് അസോസിയേഷൻ ചേർപ്പ് യൂണിറ്റ് പൊതുയോഗം നടന്നു. എഴുത്തച്ഛൻ സമാജം ഹാളിലായിരുന്നു യോഗം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.